കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല ദ സ്കൂൾ ഓഫ് ടയർനെസ് എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 131 സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനത്തിന്റെ 6-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചതെങ്കിലും 8-ാമത്തെ വാക്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും അതിനാധാരമായ 3-4 വാക്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ആ കാര്യങ്ങളെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ തുടർമാനമായിട്ട് 9 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സമയം അനുവദിച്ചാൽ അതിന്റെ അവസാനമായിട്ട് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മനുഷ്യപുത്രൻ എന്നുള്ള ആ ഒരു അവതാരം, അല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് മനുഷ്യനായിട്ട് ലോകത്തിൽ വെളിപ്പെടുന്നതിന്റെ പർപ്പസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റോളജി, ക്രിസ്തു ശാസ്ത്രം എന്താണെന്നുകൂടെ അല്പമായിട്ട് ഇതിന്റെ അവസാനം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു നല്ല ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്റ്റോളജി അല്ലെങ്കിൽ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നുള്ളൊരു ഭാഗം എന്നൊരു വിഷയം കൂടെ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു വലിയ വിഷയമാണ്. ഒരു ക്ലാസ്സിലോ അല്ലെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ടോ ഒന്നും ചിന്തിച്ച് തീരുന്നതല്ല. എന്നാലും അതിനെ ഒന്ന് നട്ഷലിൽ എന്താണ് ശരിക്കും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്, എന്താണ് മനുഷ്യപുത്രൻ എന്നുള്ള ആ റോൾ എന്താണ് എന്ന് അല്പമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോമാലേഖനത്തിലെ പഠനമൊക്കെ എനിക്ക് ഒരളവ് വരെ നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. നമുക്ക് ശരിക്കും പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണം. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ മേലെ കൂടെ അതങ്ങ് പോകും, ചേമ്പലിൽ ഒഴിച്ച വെള്ളം മാതിരി അതങ്ങനെ തെറിച്ചു പോകും, നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങുവാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് തന്നെ അത് നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലാക്കി തരണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നിന്നുകൊണ്ട് 8-ാമത്തെ വാക്യത്തെ അല്പമായിട്ടൊന്ന് കാണുവാനായിട്ടാണ് ഇടയായത്. ഞാൻ ആ വാക്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകാതിരിക്കാൻ അവിടുന്ന് തന്നെ തുടർമാനമായിട്ട് ചിന്തിക്കുക. അവസാനത്തിൽ സമയം ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ക്രിസ്റ്റോളജി എന്ന വിഷയത്തിലേക്ക് വരാം. ഈ 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലാണ് യേശു ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വാക്യങ്ങളും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ. യേശു ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനം, അതിനെയാണ് 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ കീ വേഴ്സസ് ആണ്. അത് കാരണം റോമാലേഖനത്തിന്റെ പല വിഷയങ്ങളും മനസ്സിലാകാൻ ആ വിഷയത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കൂടുതൽ വീണ്ടും വരുന്നുണ്ട്. അതിനെ പരിപൂർണമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കണം. അതാണ് ഞാൻ ഇതിൽ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കൂടിയും അത്യന്തമായിട്ട് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 6 മുതൽ 8 വരെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ, 6-ാമത്തെ അധ്യായം മുതൽ 8 വരെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ ആണ് നമ്മുടെ വിഷയം. അതായത് വിശുദ്ധീകരണം ആ വിഷയം. നമുക്കറിയാം 4-ഉം 5-ഉം ജസ്റ്റിഫിക്കേഷൻ ആയിരുന്നു, നീതീകരണമായിരുന്നു. 4-5 ചാപ്റ്ററിൽ കൂടെ നമ്മൾ പഠിച്ചത് ജസ്റ്റിഫിക്കേഷൻ. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചത് സാൽവേഷൻ, രക്ഷയ്ക്ക് എന്താണ് ആവശ്യം, എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം, ആ ആവശ്യകത എന്താണ് എന്നുള്ളതൊക്കെയാണ് 1 മുതൽ 3 വരെ പഠിച്ചത്. 4-5-ൽ ജസ്റ്റിഫിക്കേഷൻ, അതായത് നീതീകരണം. 6 മുതൽ 8 വരെ സാങ്ക്ടിഫിക്കേഷനാണ്, അതായത് ശുദ്ധീകരണം, ഒരു എന്താ പറയുന്നത്, ഒരു സ്പിരിറ്റ് ഫിൽഡ് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. അതാണ് നമ്മളിപ്പോ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 6-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇവിടെ 6-ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചെറിയ ഒരു സ്നിപ്പ് നിങ്ങളെ ഇങ്ങനെ കാണിച്ചിരുന്നു. ഇവിടെ 6 മുതൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ലിവ് വിത്ത് ക്രൈസ്റ്റ്, അതായത് കർത്താവിനോട് ഒത്ത് ജീവിക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്ന പ്രതിപാദ്യ വിഷയം. അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ആ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ തീം എന്ന് പറയുന്നത് കർത്താവിനോട് ഒത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ദ റിസറക്റ്റഡ് ലൈഫ്, അതായത് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടി എങ്ങനെ ജീവിക്കണം. ന്യൂ മാൻ അലൈവ്, നമ്മളുള്ള പുതിയ മനുഷ്യൻ, നമ്മൾ ഒരു പഴയ മനുഷ്യനും പുതിയ മനുഷ്യനുമായിട്ട് മാറുക. ആദാമിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനും ക്രിസ്തുവിലേക്ക് മാറിയ ഒരു മനുഷ്യനും, 2 മനുഷ്യരാണ് നമ്മളിൽ ഉള്ളത്. ഒന്ന് പുറത്തെ ഈ ചട്ട ആദാമിൽ നിന്ന് കിട്ടിയ ഈ പുറംചട്ട, ഈ മണ്ണാങ്കട്ട, ഈ ശരീരം, അത് ആദാമിൽ നിന്ന് കിട്ടിയതാണ്. ആദാമിൽ നിന്ന് ബ്ലഡ് വഴി ജനറേഷനായിട്ട് കൈമാറി വന്നതാണ്. അതിപ്പോഴും ഉണ്ട്. എന്നാൽ അതിനകത്തിൽ വേറൊരു മനുഷ്യൻ രൂപപ്പെട്ടിരിക്കുക.
അത് എങ്ങനെ രൂപപ്പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നത് കൊണ്ട് ആ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വന്ന് അങ്ങനെ രൂപപ്പെട്ടിരിക്കുക. അങ്ങനെ ഒരു ന്യൂ മാൻ ഇപ്പൊ നമ്മിൽ അലൈവ് ആണ്. അങ്ങനെ ഒരു പുതിയ മനുഷ്യൻ നമ്മളിൽ ഇപ്പൊ ജീവൻ പ്രാപിച്ചിരിക്കുകയും നമ്മിൽ ജീവിക്കുക. എറ്റേണൽ ലൈഫ് നൗ, അതായത് നമ്മില് എറ്റേണിറ്റി ആരംഭിച്ചിരിക്കുക, നിത്യത നമ്മിൽ ഓൾറെഡി ആരംഭിച്ചിരിക്കുക. നമ്മൾ മരിച്ചു മൺമറഞ്ഞു എവിടോ നമ്മളെ കുഴിച്ചിട്ടു, അതിനുശേഷം അറിയത്തില്ല എന്ത് നടന്നു എന്നുള്ളത്. കുറെ കഴിഞ്ഞതിന് ശേഷം കർത്താവ് വന്നു, പിന്നെ നമ്മൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു, അതിനുശേഷം ഒരു നിത്യത ആരംഭിച്ചു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് താൻ. അവരുടെ റിസറക്ഷനിലെ ശേഷമാണ് അവരുടെ 1000 ആണ്ട് വാഴ്ചയും പുത്തനാം യെരൂശലേമിലേക്ക് കടക്കുന്നതും ഒക്കെ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറ്റേണൽ ലൈഫ് ഹാസ് ഓൾറെഡി ബിഗൺ. നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എത്ര വലിയ സത്യങ്ങളാണെന്നറിയാമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ഇന്റലക്ച്വൽ നോളജിന് പറ്റുന്ന കാര്യങ്ങളല്ല. അത് പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചിരിക്കുക. നാം ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഈ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, UPS പവർ സപ്ലൈ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒന്ന് മിന്നാൻ കണ്ണ് ചിമ്മുന്നതിനിടയ്ക്ക് സംഗതി മാറിയിരിക്കും. മറ്റേ പവർ സപ്ലൈ ടേക്ക് ഓവർ ചെയ്ത് നമ്മുടെ നാട്ടിലെ ഇൻവേർട്ടർ ഒക്കെ മാറി. ഇൻവേർട്ടർ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് കറണ്ട് പോയത് അറിയാം. കറണ്ട് പോയി, ഇൻവേർട്ടർ ടേക്ക് ഓവർ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് അത്രയും പോലും മനസ്സിലാകത്തില്ല. കണ്ണ് ചിമ്മുന്നതിനിടയിൽ നമ്മൾ സ്വർഗത്തിലായിരിക്കും. നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചിരിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്, ഈ മൺകൂടാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ നിത്യതയുടെ ആദ്യ ഭാഗങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവർ എന്നുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മൺകൂടാരത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ കർത്താവിനോട് ജീവിക്കുന്ന ഒരു പ്രത്യേക വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. എറ്റേണൽ ലൈഫ് നൗ, വേൾഡ് ഈസ് ഡെഡ് ടു മീ. അതായത് ഈ ലോകം എനിക്ക് മരിച്ചിരിക്കുന്നു. ആൻഡ് ഐ ആം ഡെഡ് ടു ദ വേൾഡ്. ഞാൻ ഈ ലോകത്തിന് മരിച്ചിരിക്കുന്നു. ഞാൻ ഒരു ഡെഡ് ബോഡിയാണ് ആക്ച്വലി. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ലോകവുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഇല്ല. ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്, ഡിറ്റാച്ച്ഡ് ഫ്രം മീ. ഈ ലോകം എന്നിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്. നോ റൈറ്റ്സ് ടു മീ. എന്റെ മേലെ ഒരു അധികാരവും പറയാനില്ല. cannot move me. ഈ ലോകത്തിനോ ഇതിന്റെ പാപത്തിനോ എന്നെ യാതൊരു വിധത്തിലും മാറ്റുവാൻ കഴിയാത്തവണ്ണം ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. ലിവിങ് വിത്ത് ക്രൈസ്റ്റ്. ഇതാണ് ഈ വാക്യത്തിന്റെ കോൺസെപ്റ്റ്. ഇത് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്കറിയത്തില്ല. ദിസ് ഈസ് വാട്ട് ഈസ് റോമൻസ് ടീച്ചസ് us. ഇവിടെ ഇതിന്റെ എല്ലാം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് വാക്യം, ഈ ബൈബിളിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമായത്. റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഞാൻ അതൊന്നുകൂടെ പ്രൊജക്ട് ചെയ്തോട്ടെ. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അത് പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ നാം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവനായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടുത്തെ വിഷയം യേശു ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനോട് ചേരണം. കാര്യം നമ്മൾ ആദാമിലായിരുന്നു. ആദാമിൽ നിന്നാണ് നമുക്ക് ഈ ശരീരം ലഭിച്ചത്. ആദാമിന്റെ ജനറേഷനായിട്ട് കൈമാറി വരുന്ന ഒരു ശരീരമാണ്. ഈ ശരീരം നമുക്ക് ആദാമിൽ നിന്ന് ലഭിച്ചതാണ്. നമ്മുടെ പ്രാണനും ആത്മാവും എല്ലാം ആദാമിൽ നിന്നുള്ള ആ ഒരു ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുക, അതിന്റെ ഭാഗമായിട്ട്. എന്നാൽ നാം ക്രിസ്തുവിലായി കഴിയുമ്പോഴത്തേന് ആദാമിൽ നിന്ന് നാം ക്രിസ്തുവിലേക്ക് മാറുക. എപ്പോൾ, എന്തിനാ ക്രിസ്തുവിലേക്ക് മാറുന്നത്? കാര്യം കർത്താവ് ഇവിടെ വന്ന് ആദം ചെയ്ത പാപത്തിനൊരു പരിഹാരം വരുത്തി. അതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചിത്രങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെ മനസ്സിലാക്കി തന്ന. ആദം ചെയ്ത പാപത്തിന് കർത്താവ് ഇവിടെ വന്നിട്ടൊരു പ്രായശ്ചിത്ത യാഗം, ഒരു മറുവില യാഗം ചെയ്തു. അങ്ങനെ ആദാമ്യ പാപത്തിന് പരിഹാരം ദൈവം കണ്ടെത്തി. എന്നാൽ ആ പരിഹാരം നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരിഹാരം നമ്മിലേക്ക് സ്വീകരിക്കണം. അതെങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും. കർത്താവ് എന്റെ പാപത്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എനിക്ക് പകരമാണ് ആ കാൽവറിയിൽ യാഗമായത്. ആ മറുവിലയായിട്ട് തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ എനിക്ക് പകരമായിട്ട് കൊടുത്തു തീർത്തു. ഞാനിനി പാപിയല്ല, എന്നെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസവും സമർപ്പണവും. ആ സമർപ്പണം ഉണ്ടാകുമ്പോൾ ആ കർത്താവ് എന്ത് പരിഹാരം ഈ ലോകത്തിന് ആദാമ്യ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ ചെയ്തുവോ, ആ പരിഹാരം നമ്മുടെ പരിഹാരമായിട്ട് മാറുകയാണ്. അത് നമ്മിലേക്ക് വരിക. അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അവന്റെ ആ മരണത്തിനും
ആ അടക്കത്തിനും ആ ഉയർപ്പിനും നമ്മളെ അനുരൂപരാക്കി മാറ്റുകയും അതിന് ഭാഗമാക്കി അതിന് യോഗ്യരാക്കി അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുക. അർത്ഥാൽ നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. സ്നാനം എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ വിത്ത്, അതായത് ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപരാക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മളെ അനുരൂപരാക്കുക, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപരാക്കുക. അങ്ങനെ അനുരൂപരാക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരികയും നമ്മുടെ ആത്മാവിനെ അത് പൊതിയുകയും ചെയ്യുക. നമ്മുടെ ആത്മാവിന്റെ മേൽ അതൊരു ആവരണമായിട്ട് നമ്മെ അങ്ങ് കവർ ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അതാ ഗലാത്യ ലേഖനം 3:27 പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ എല്ലാവരും, നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കർത്താവ് നമ്മിലേക്ക് വരുന്ന ഒരു അനുഭവമാണ് യേശു ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ മരണത്തോടും കർത്താവിന്റെ അടക്കത്തോടും കർത്താവിന്റെ പുനരുദ്ധാനത്തോടും എല്ലാം നമ്മൾ ഏകീഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് നമ്മൾ അനുരൂപരായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഗലാത്യ ലേഖനം 2:20 പോൾ പറയുന്നുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിതനായിരിക്കുന്നു. ഞാൻ ആ വാക്യം പെട്ടെന്ന് കാണിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, ഗലാത്യർ 2:20. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എവിടാണ് പോൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടത്? പോൾ ക്രിസ്തുവിനെ കണ്ടിട്ടുകൂടില്ല. പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു? എവിടെ ക്രൂശിക്കപ്പെട്ടു എന്നാ പറയുന്നത്? ഈ പറയുന്ന പോലെ തന്നെ നാമും ഈ റോമാലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, നാമും കർത്താവിനോട് കൂടെ മരിച്ചുവെന്ന്, കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന്. ഞാൻ ജനിക്കുന്നതിന് 2000 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് കർത്താവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത്. അതിൽ ഞാൻ എങ്ങനെ ക്രൂശിക്കപ്പെട്ടു? കൊലോസി ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം കണ്ടില്ലേ? കൊലോസി ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ പറയുന്നുണ്ടോ, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെട്ടു. കർത്താവിന്റെ കൂടെ ആ ചേർന്ന് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ആ സ്നാനത്തിൽ അവനോട് കൂടെ നമ്മൾ അടക്കപ്പെട്ടു. നമ്മള് എവിടെ കർത്താവിനോട് അടക്കപ്പെട്ടത്? നമ്മൾ കർത്താവിനോട് അടക്കപ്പെട്ടിരുന്നു അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിൽ നിങ്ങളെ അടക്കിയിരുന്നോ? അല്ലെങ്കിൽ പൗലോസിനെ അടക്കിയിരുന്നോ? കർത്താവിനോടുകൂടെ അടക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നത് കണ്ടില്ലേ? അവനോടുകൂടെ നമ്മൾ ഉയർത്തു. അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ എല്ലാം പറയുന്നത് ഫിസിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ എല്ലാം ആത്മീക അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മീക തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എല്ലാം നമ്മളോട് പറയുന്നത്. ഇവിടെ ദൈവവചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അത് ദൈവിക അരുളപ്പാടുകളാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം അതിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുക വേണ്ടുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്നു. അതുകൊണ്ട് കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ നാം പങ്കാളികളായി തീർന്നു. അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമേറ്റിരിക്കുന്നു. ബാപ്റ്റൈസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിൽ മുക്കി, നമ്മൾ അതിനോട് ചേർന്ന് നമ്മൾ അതുമായിട്ട് ഒന്നായിരിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. ആ സംഭവമാണ് റോമാലേഖനത്തിന്റെ 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഈ പറയുന്നത് മുഴുവനും. ഇവിടെ പല കാര്യങ്ങളും നമ്മുടെ ഇന്റലക്ച്വൽ നോളജിനോ അക്കാഡമിക് അറിവുകൾക്കോ മായിട്ടോ അലൈൻഡ് ആയിട്ട് വരത്തില്ല. റോമാലേഖനം 6-ാം അധ്യായം ശരിക്കും പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിക്കണം. ഐ ക്യാൻ ഓൺലി ഫെസിലിറ്റേറ്റ് ദിസ്. നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് കുറേയൊക്കെ ഒന്ന് മനസ്സിലായിരിക്കും, ചിലയിടത്തൊക്കെ ചില വെളിച്ചം ലഭിച്ചേക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജലസ്നാനമാണ്. വെള്ളത്തിലിറക്കി പൊക്കി എടുക്കുമ്പോൾ നമ്മൾ മരിച്ചു, നമ്മൾ അവിടുന്ന് പൊങ്ങിയപ്പോൾ നമ്മള് ജീവൻ വെച്ചു എന്നൊക്കെ പറഞ്ഞ് കഥകൾ മാതിരി നമ്മൾ അതിനെ ഒരു സിംബോളൈസ് ചെയ്ത് ഒക്കെ അങ്ങനെ ഒരു പൊത്തുവരുത്ത രീതിയിൽ ഈ കാര്യങ്ങളെ കൊണ്ടുപോകും. 6-ാം അധ്യായം 1-ാമത്തെ ആ വാക്യം ആരംഭിക്കുന്നത് തന്നെ ഒരു ചോദ്യത്തോടാണ്. ആ ചോദ്യം ഇങ്ങനെയാ, ആകിയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഇതാരും ചോദിച്ചതല്ല.
ഈ ചോദ്യം വരുമെന്നുള്ളത് പോളിന് അറിയാം. കാര്യം ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകാനുള്ള സകല സാധ്യതകളും ഉണ്ടെന്ന് പോളിന് അറിയാവുന്നതുകൊണ്ട് പോൾ ചോദിക്കുക, ആകിയാൽ നാം എന്ത് പറയേണ്ടു? 5-ാമത്തെ വാക്യം പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കൃപ പെരുകേണ്ടതിന്. അതായത് നമ്മൾ പാപം ചെയ്യുന്നതിന്റെ മേലെ ദൈവത്തിന്റെ കൃപ പെരുകി എന്ന് പറഞ്ഞ് നിർത്തിയത് കൊണ്ട് 5-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ വാക്യം അവിടെ പറയുകയാണ്, അവിടെ പറയുകയാണ്, moreover the law entered and that the offense might abound, but where sin abounded grace did much more abound. പാപം പെരുകിയെടുത്ത കൃപ അത്യന്തം വർദ്ധിച്ചു. where sin abounded grace did much more abound എന്ന് പറഞ്ഞതുകൊണ്ട് 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഈ ചോദ്യത്തോടു കൂടി ആരംഭിക്കുക. എവിടെ പാപം പെരുകിയോ അവിടെ കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറയുക. കാര്യം എന്ത് പാപം ചെയ്താലും അതിന്റെ മേലെ ദൈവത്തിന്റെ കൃപ ഉണ്ട്. കൃപയ്ക്ക് അതിനെ കഴുകുവാൻ തക്കവണ്ണം അതിന്റെ മേലെ കൃപയുണ്ട് എന്ന് പറഞ്ഞ് പാപം ചെയ്യണമെന്നോ എന്തെങ്കിലും പാപം ചെയ്യണമെന്നോ അല്ല പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ കയറുമ്പോൾ മനസ്സിലാകും. പാപം ചെയ്യാനേ അല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി കളയാൻ കഴിയാത്തവണ്ണം ഒരു പാപവും ലോകത്തിൽ ഇല്ല എന്ന് അവിടെ അടിവരയിട്ട് പറയുക. എല്ലാ പാപത്തിന്റെയും പരിഹാരമായിട്ട് ആ കാൽവറിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞ ശൗൽ എന്ന പോളിനെ രക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. കാര്യം സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാനുള്ള ഉത്തരവിട്ടുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്ന് ആരംഭിച്ച പ്രവർത്തനങ്ങൾക്കെതിരെ 12 അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചും സഭയെ പീഡിപ്പിച്ചും അവരെ അടിച്ചും അവരെ കൊന്നും സഭയെ ഉപദ്രവിച്ചും കൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ഭീഷണിയും പീഡനവും അഴിച്ചുവിട്ട പൗലോസ് അവസാനം സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാനോടുള്ള ഉത്തരവിട്ട് കഴിയുമ്പോൾ അവനെ ദൈവം അവിടെ വെച്ച് പിടിക്കുക. അതായത് പാപികളിൽ ഒന്നാമനായ പൗലോസിനെ പിടിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കൃപായുഗം അല്ലെങ്കിൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ. ഇവിടെ ഒരു പാപവുമില്ല, താങ്കളുടെ ഒരു പാപവുമില്ല കർത്താവിന്റെ രക്തത്താൽ കഴുകി കളയാൻ കഴിയാത്തവണ്ണമുള്ള. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്, അതുകൊണ്ട് പറയുകയാണ് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 6-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ആകിയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? അതിന് ഉത്തരമായി 2-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ പോൾ പറഞ്ഞു വരുന്നത്. അവിടെ പല കാര്യങ്ങളും ഇതിനിടയിൽ നമ്മൾ കണ്ടു, ചിലതൊക്കെ ഇനി കാണാനിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ എല്ലാം ബേസ് ആയിട്ട് വേണ്ടുന്നത് ക്രിസ്തുവിനോട് ചേരുക എന്നുള്ള ഒരു സത്യമാണ്. ഒരു വലിയ മർമ്മം അത്, കർത്താവിനോട് ചേരുക എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് ക്രിസ്തുവിനോട് ചേരാം എന്നുള്ളതാണ് നാം ഇതിനെ ബേസിക് ആയിട്ട് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ കർത്താവിനോട് ചേരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഞാനത് ഓർപ്പിച്ചു നിങ്ങള്. അവൻ നമ്മോട് ചേരുവാൻ സ്വീകരിച്ച സ്നാനമായ ക്രൂശ് മരണം. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് എങ്ങനെയാ ചേർന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും കാണിച്ചത്, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. 50-ാം വാക്യം ഇത് കണ്ടില്ലേ, ഇവിടെ പറയുന്നത് കണ്ടില്ലയോ? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാം വാക്യം. അവിടെ കർത്താവ് പറയുക, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്. But I have a baptism to be baptized with. ഇത് ഏത് ബാപ്റ്റിസത്തിന്റെ കാര്യമാണ് കർത്താവ് പറയുന്നത്? ഒന്നുകൂടെ യോർദാൻ നദിയിൽ അല്ലെങ്കിൽ നൈൽ നദിയിൽ പോയി മുങ്ങുന്നതിനെ കുറിച്ചാണോ? അതോ വേറെ എവിടെയെങ്കിലും പള്ളിയിലെ തൊട്ടിയിലുള്ള വെള്ളത്തിൽ മുങ്ങുന്നതിനെ കുറിച്ചാണോ ഈ പറയുന്നത്? സ്നാനം എന്ന് പറയുന്ന ഒരു വാക്ക് വെള്ളത്തിൽ മുങ്ങുക എന്നൊരു അർത്ഥം മാത്രമല്ല അതിനുള്ളത്. തീയോടുള്ള സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിനുള്ള സ്നാനമുണ്ട്, മേഘത്തോടുള്ള സ്നാനമുണ്ട്, മോശയോട് ചേരാനുള്ള സ്നാനമുണ്ട്, യേശുവിനോട് ചേരാനുള്ള സ്നാനമുണ്ട്, 14 ടൈപ്പിലുള്ള സ്നാനമുണ്ട്. ആ സ്നാനത്തിന്റെ എല്ലാത്തിന്റെ അർത്ഥം വെള്ളത്തിൽ മുക്കുക എന്നല്ല, ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപരാക്കുക. ഇവിടെ കർത്താവ് ഒരു സ്നാനത്തെ കുറിച്ച് പറയുന്നതാണ്, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്. ഈ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവരാശിയായ എന്നോടും നിങ്ങളോടും നമ്മളോട് ചേരുവാനുള്ള ഒരു മകുട ഉദാഹരണം, മാനവരാശിയുടെ ഒരു മകുട ഉദാഹരണമായി മാറി നമ്മുടെ മരണത്തോട് കർത്താവ് നമ്മുടെ മരണം വരിക്കുന്നത് പോലെ ക്രൂശിൽ മരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആ മരണവുമായിട്ട് കർത്താവ് ചേരുന്നതിനെ കുറിച്ചാണ്, ആ ക്രൂശിലെ മരണത്തെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വെള്ളത്തിൽ മുങ്ങുന്നതിനെ കുറിച്ചല്ല. നമ്മുടെ മരണമായ ആ മരണം കർത്താവ് ഏറ്റെടുക്കുക, അത് ക്രൂശ് മരണത്തിലൂടെ ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്ന നമ്മോട് ചേരുവാൻ സ്വീകരിച്ച ആ സ്നാനമായ ആ ക്രൂശ് മരണം,
അതിലെ ആഴമായ വിശ്വാസവും സമർപ്പണവും നമ്മിൽ വന്നു കഴിയുമ്പോൾ കർത്താവിന്റെ ആത്മാവ്, അവന്റെ ആത്മാവ് നമ്മിലേക്ക് വരികയും നാം അവനിലാവുകയും അവനോട് അനുരൂപരാകുകയും ചെയ്യുക. ഇതിന്റെ പല തലങ്ങൾ ഞാൻ ഇനിയും പറയാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനോടകം വളരെ ഉറപ്പായിരിക്കണം. നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ എന്റെ പാപത്തിന് പകരം, എനിക്ക് പകരമല്ല, എന്റെ മരണം കർത്താവ് കാൽവറിയിൽ വരിച്ചു. കർത്താവിന്റെ ആ മരണത്തിൽ ഞാനും ചേർന്ന് മരിച്ചു. കർത്താവിന്റെ ആ അടക്കത്തിലും ഉയർപ്പിലും ഞാനും ചേർന്ന് അടക്കപ്പെട്ടു, ഞാനും ചേർന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. അത് കർത്താവ് നമ്മളോട് ചേരുവാൻ സ്വീകരിച്ച ഒരു സ്നാനമാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 12:50 പറയുന്നത്. അത് നമ്മിൽ പൂർണ്ണമായിട്ട് നാം അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മിലേക്ക് വരിക. വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ മലയാള ഭാഷയിലെ വിശ്വാസമല്ല, ശരിക്കും അതൊരു ട്രസ്റ്റാണ്. പരിപൂർണ ഉറപ്പും അതിന്റെ അപ്പുറത്ത് പിന്നെ വേറൊരു ഒരു സംശയമില്ലാത്ത ആ ഒരു വിശ്വാസം, അടിയുറച്ചൊരു വിശ്വാസം. പിന്നെ നീ ഇതിന് പുറകെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വേറൊരു കാര്യം ചെയ്യണമെന്ന് പറയരുത്. കർത്താവ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്നുള്ള ഉറപ്പും ആ ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പകാരമെടുക്കുക, 10 കൽപ്പന അനുസരിക്കുക, നമ്മൾ പിന്നെ സ്നാനപ്പെടുക, നമ്മൾ പിന്നെ കുമ്പസാരിക്കുക, ഇതൊന്നും പിന്നെ നമ്മുടെ രക്ഷയ്ക്ക് ബാധകമല്ല. മനസ്സിലായോ? അതാണ് നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പം ബാങ്കിൽ പൈസ ഇടുമ്പോഴത്തേന് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് നമ്മൾ കാശിടും, നമ്മൾ വേറെ പല ബിസിനസ്സുകളിലേക്ക് പോകും, നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ പോകും, നമ്മൾ ഗോൾഡ് മേടിച്ച് വെക്കും, നമ്മൾ വേറെ പല കാര്യങ്ങളും നോക്കുന്നത് എന്തിനാണെന്നറിയാം? നമുക്ക് ബാങ്കിനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ബാങ്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിലെ കാശ് ഉണ്ടായിരിക്കണം, അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് എടുത്ത് വയ്ക്കാൻ കാശ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പല കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കർത്താവിൽ നമുക്ക് വിശ്വാസം ഇല്ല എന്നുള്ളത് അതിന്റെ അർത്ഥം. പരിപൂർണമായിട്ട് അതിലുള്ള ട്രസ്റ്റ് നമുക്കുണ്ടായിരിക്കണം. അവന്റെ അങ്ങനെ ആ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുകയല്ല, നമ്മൾ എഴുന്നേറ്റ് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നന്നായി അറിയുന്ന ദൈവം, നമ്മെ ശോധന ചെയ്ത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനവും നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ട്രസ്റ്റിന്റെ ആഴവും അളന്നറിയുന്ന ദൈവമാ നമ്മുടെ അകത്തെ മനുഷ്യനെ അറിയാവുന്നത്. നമ്മെ അറിയുന്ന ദൈവം നമ്മിൽ നടക്കുന്ന പരിവർത്തനം മനസ്സിലാക്കി ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വരികയാണ്. ഇത് ആരുടെയും കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന കാര്യമല്ല, ഇത് ആരോടും പറയാൻ പറ്റുന്ന കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനറിയാം അകത്തെ വിശ്വാസം എന്താണെന്നുള്ളത്. ഇപ്പൊ എന്റെ വിശ്വാസം എനിക്കറിയാം എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് നിന്ന് മാറത്തില്ല. കാര്യം ഇതിന്റെ അപ്പുറത്ത് വേറൊരു സത്യമില്ല എന്ന് എനിക്കറിയാം. അതാണ് അങ്ങനെ ഒരു ആഴമായ വിശ്വാസം. ഇത് പോളിന്റെ കാലത്ത് പോളിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോൾ പറഞ്ഞ ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പറയാൻ കാര്യം അതാ. ഞാൻ ഈ പറയുന്ന മാതിരി നിങ്ങളുടെ ആ വിശ്വാസം അത്രയ്ക്ക് ആഴമായ വിശ്വാസമായിരിക്കണം. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്കില്ല. അതിലെ ആ സമർപ്പണം, അതിനാ ഞാൻ പറഞ്ഞത്, അതിനെ അത്രയും എംഫസൈസ് ചെയ്യാൻ കാര്യം അതാ. അതിലെ ആഴം, അതിലെ വിശ്വാസം, ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന ഒരു കൂതാശയുടെ പുറകെ പോകത്തില്ല. പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഇല്ല എന്നുള്ള അതിന്റെ അർത്ഥം. ഇത് എന്നെ കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യാനോ അല്ല, നിങ്ങളുടെ നിത്യതയാണ്. നിങ്ങളും ദൈവവുമായിട്ടാണ് ഇതിനെ കണക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഒരു നാൾ ദൈവത്തിന്റെ മുമ്പിൽ ഈ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിയുമ്പോൾ നമ്മൾ നേരെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കണക്ക് കൊടുക്കേണ്ടത് ദൈവത്തോടാണ്. നമ്മുടെ മാമനോ മച്ചാനോ മരുമോനോ ഒന്നും നമ്മളോടുകൂടെ കാണത്തില്ല. അവരൊക്കെ പള്ളി അയ്യത്തുനിന്ന് നമ്മളെ അടക്കി അവിടുന്ന് കിട്ടുന്ന ആ കാപ്പിയും ബന്നും ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് സ്ഥലം വിടും. അച്ഛന് നല്ലൊരു അടക്കം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് പോകുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ ഉള്ള ആഴമായ വിശ്വാസം, ആ വിശ്വാസത്തിൽ കൂടി ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരിക, അതിനെയാണ് ക്രിസ്തുവിനോട് ചേരുക എന്ന് പറയുന്നത്. അല്ല, വെള്ളത്തിൽ മുക്കുന്നതിലല്ല ക്രിസ്തുവിനോട് ചേരുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം ഞാനൊന്ന് കാണിച്ചോട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം അത് പറയുന്നത് കണ്ടോ? ഇവിടെ പറയുകയാണ് അതിന്റെ 2-ാമത്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഈ സംഭവത്തെ കുറിച്ചായി പറയുന്നത്. അതിന്റെ അടുത്ത വാക്യം കണ്ടില്ല, ആ മർമ്മം ഏത് മർമ്മമാണ്? ഈ മർമ്മം ജാതികളുടെ ഇടയിൽ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ആ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക, നമ്മുടെ ഉള്ളിൽ കർത്താവ് വരിക, ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇതിന്റെ എല്ലാം ആധാരം എന്ന് പറയുന്നത് ഈ റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളിലുള്ള ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഈ സ്നാനമാണ്. അത് ആത്മസ്നാനമാണ്. ആത്മാവിൽ നമ്മെ കർത്താവിനോട് ചേർക്കുന്ന സ്നാനമാണ്. പൗലൈൻ എപ്പിസ്റ്റൽസിലെ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്നാനവും ഈ സ്നാനം തന്നെയാണ്. ഒരു സ്നാനവും വെള്ളത്തിൽ മുക്കുന്ന കാര്യം പോള് പറഞ്ഞിട്ടില്ല. ഫിലിപ്പിയ ലേഖനം 3:27 ഞാൻ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ കാണിക്കാം. കാര്യം ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഉറപ്പായിരിക്കണം. ഫിലിപ്പിയ ലേഖനം അല്ല, ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലയോ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മളെ പൊതിയുക. ഒരു ഷർട്ട് ഇട്ട് നമ്മളെ പൊതിയുന്നത് മാതിരി, ഒരു കോട്ട് ഇട്ട് നമ്മളെ പൊതിയുന്ന മാതിരി നമ്മളെ പൊതിഞ്ഞിരിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നു. For as many of you as have been baptized into Christ have put on Christ. കൊലോസ്യ ലേഖനം 2:12 ഞാൻ ഇപ്പൊ കാണിച്ചത്, എന്നാൽ ഒന്നുകൂടെ കാണിക്കാം. 2-ാം അധ്യായം 12-ാം വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലയോ? 2:12 പറയുന്നുണ്ടോ, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെട്ടു. ഈ കാര്യമായി പറയുന്നു. അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ ആ പരിശുദ്ധ ആത്മാവിനാൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നിങ്ങൾ മരിച്ചു, നിങ്ങളെ അടക്കി, നിങ്ങൾ അവനോടുകൂടെ ഉയർത്തു. ഈ കാര്യങ്ങളാണ് ഈ സ്നാനത്തിൽ നടക്കുന്നത്. കൊരിന്ത്യർക്ക് 2-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം അത് കണ്ടില്ലേ? അവിടെ പറയുന്നത് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്, അതായത് ക്രിസ്തു യേശുവിന്റെ ശരീരമാകുമാറ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തു മരിക്കുന്നു. ഇതെല്ലാം ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യവും ആ ആത്മാവിനെ പാനം ചെയ്തും അതിൽ നമ്മൾ സ്നാനമേറ്റ് അതിനോട് ചേർന്നിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒന്നും ഒരു തുള്ളി വെള്ളത്തിന്റെ പ്രതിപാദ്യമില്ല. ഇതെല്ലാം യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം എന്ന് പറയുന്നത് പോളിന്റെ സുവിശേഷം എപ്പിസ്റ്റൽസ് മുഴുവനും പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ. 4-ാമത്തെ അധ്യായം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ടോ, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബാപ്റ്റിസം ഉണ്ടായിരുന്നു അവർക്ക്. 12 ടൈപ്പ് ബാപ്റ്റിസം ഉണ്ട്. അവരുടെ മിക്വേ, ടെവില്ല എന്ന് പറയുന്ന അവരുടെ ഈ ആലയത്തിന്റെ ചുറ്റുമുള്ള മിക്വേ, ഈ ശലോമോന്റെ കുളം, ബത്സൈദ കുളം, ബെഥെസ്ദ കുളം, എന്താ പറയുന്നത്, ഇതുപോലുള്ള കുളങ്ങൾ മുഴുവനും ഇതുപോലുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ആ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും അവരുടെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാനമുണ്ട്. അത് ആ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഒത്തിരി സ്നാനങ്ങളുണ്ട് അവർക്ക്. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊന്നും ബാധകമല്ല. ഇന്ന് നമുക്കുള്ളത് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന ഒരു സ്നാനം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഈ പോൾ പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ വാട്ടർ ബാപ്റ്റിസം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാപ്റ്റിസത്തിന് ഇപ്പൊ തന്നെ ആ റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക ക്രിസന്റം, അത് വാട്ടർ ബാപ്റ്റിസം ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ അതിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങൾക്കോ നമ്മൾ അന്യരായിപ്പോ സത്യത്തെ നമ്മിൽ നിന്ന് മറച്ചിരിക്കുക. അങ്ങനെ അനേകർ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം പോലും എന്താണെന്ന് അറിയാതെ വഞ്ചിതരായി പോയിരിക്കുക. റാപ്ചറിൽ കൈവിടപ്പെട്ടു പോകും. ഞാൻ ഈ കൂടെ പറയാൻ കാര്യം ഇതിന്റെ ABCD എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതിന്റെ മേലെയാണ് നമ്മൾ ഈ ബിൽഡിംഗ് മുഴുവൻ നടത്തുന്നത്. നമ്മൾ കൈവിടപ്പെട്ടു പോകാനുള്ള റെസിപ്പി തയ്യാറാക്കി വെച്ചിരിക്കുക. അതിലാണ് ഇന്ന് ക്രിസന്റം ആയിരിക്കുന്നത്. യഹൂദനോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അവരോട് പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. യാഗങ്ങള്, തിരുനാള്, പെരുന്നാള്, വാവ്, ശബത്ത്, പൗരോഹിത്യം, പതാരം, 10 കൽപ്പന, ഇതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇതൊന്നും അല്ല ക്രിസ്ത്യാനിറ്റി എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യഹൂദനോട് പറഞ്ഞതും അവന്റെ ഉപദേശവും അവന്റെ വാഗ്ദത്വവും ഒക്കെ വേറെയാണ്. അതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. വാട്ടർ ബാപ്റ്റിസം തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഉപദേശമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. വാട്ടർ ബാപ്റ്റിസം പറഞ്ഞിട്ടുണ്ട്. വാട്ടർ ബാപ്റ്റിസം ദൈവം കൊടുത്ത ഉപദേശമാണ്.
അത് കൊടുത്തിരുന്ന ഒരു ജനതയുണ്ട്, ഒരു കാലഘട്ടമുണ്ട്, അവർക്ക് കൊടുത്തിരുന്ന ഒരു പ്രത്യാശയുണ്ട്. അതല്ല ക്രിസ്തീയ വിശ്വാസം, ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ക്രിസ്ത്യാനി മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ സത്യം എന്താണെന്ന് തേടാനെങ്കിലും ഉള്ള ഒരു 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 ത്വര, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹം അവർക്കുണ്ടാകും. ഇത് അതുപോലും നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും നടക്കുന്ന ഒരു വഞ്ചനയാണ്. കർത്താവിന്റെ ക്രൂശിന്റെ മഹത്വം മുഴുവനും കവരുന്ന ഒരു വഞ്ചനയാണ് നടക്കുന്നത്. അതിന് സാത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡിവൈസാണ് ഈ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. ബാപ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർമ്മിച്ചു, ടു ഐഡന്റിഫൈ വിത്ത് എന്ന്. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, യേശു ക്രിസ്തുവിനെക്കാട്ടിലും വലിയ ആളാണോ പോൾ, അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രീസ് യേശു ക്രിസ്തുവിനെക്കാട്ടിലും വലിയ ഉപദേശമാണോ പഠിപ്പിക്കുന്നതെന്ന്. അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ, യു ഡോണ്ട് ഹാവ് ടു ബി മോർ റോമൻ ദാൻ പോപ്പ്. പോപ്പിനെക്കാട്ടിലും വലിയ റോമൻ കത്തോലിക്കനാകാൻ നോക്കണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇവരെല്ലാം പറഞ്ഞ യേശു ക്രിസ്തു ഇവിടെ വന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, സഹോദര, കർത്താവായ യേശു ക്രിസ്തു ഉലകത്തിൽ വന്നത് താങ്കളെ ക്രിസ്ത്യാനിയാകാനായിട്ടല്ല. കർത്താവ് വന്നതും ജനിച്ചതും മരിച്ചതും ജീവിച്ചതും ശുശ്രൂഷിച്ചതും എല്ലാം യഹൂദന്റെ ഇടയിലാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കർത്താവ് ജനിക്കുമ്പോൾ വന്ന് ചോദിക്കുന്ന യഹൂദന്മാരുടെ രാജാവ് എവിടെ? മരിക്കുമ്പോൾ കർത്താവിന്റെ തലയ്ക്ക് മേലെ എഴുതി വെച്ചിരിക്കുന്ന മേലെഴുത്തും ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. കർത്താവിനെ കുറിച്ച് പോൾ പറയുന്നത്, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ ജീവിതകാലത്തിലൂടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മാർഗം ആരംഭിച്ചിട്ടേ ഇല്ല. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സംഗതി ആരംഭിക്കുന്നത് തന്നെ. ഇവിടെ കർത്താവ് വന്നതും പഠിപ്പിച്ചതും ഒക്കെ യഹൂദന്റെ ഇടയിലാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണവും അവരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളും നിയമങ്ങളും കൽപ്പനകളും ഉണ്ട്. അതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്. താങ്കളുടെ ഏത് പിതാവിനാ വാഗ്ദത്തം കൊടുത്തേ? ഏത് വാഗ്ദത്ത പ്രകാരമാണ് താങ്കൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നത്? ഏഴ് അയലോക്കെ തടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു താങ്കൾ. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ. നിങ്ങൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പെട്ടെന്ന് ഒന്നൊന്ന് ഫ്ലാഷ് ചെയ്ത് വിടാം. 12-ാം അധ്യായം 14 കണ്ടില്ലയോ? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും നിങ്ങളും ഇതുമായിട്ട് കർത്താവ് ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്നാ കാര്യം എന്ന് ചോദിച്ച പോലെ താങ്കൾ അവിടെ നിന്ന് അത് കേട്ടാൽ പോലും താങ്കൾക്ക് ഒരു പിടിയും കിട്ടുന്നത് എന്താ കർത്താവ് പറയുന്നത്. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ഇതായിരുന്നു താങ്കളുടെ സ്റ്റാറ്റസ്. യഹൂദനല്ലാത്ത വേറൊരുത്തനും അങ്ങോട്ട് യഹൂദന് പോലും സത്യം അറിയാതിരിക്കുക, പിന്നെ യഹൂദനല്ലാത്തവന്റെ കാര്യം പറയണം. അടുത്ത വാക്യം കണ്ടില്ലോ, അതിലാണ് താങ്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ. ഇതിനോട് 8-ക്കും 7-ക്കും അടുക്കാൻ കഴിയാതെ, യോഗ്യതയില്ലാതെ തള്ളപ്പെട്ട് കിടന്നിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. കർത്താവ് നിങ്ങളെ കാൽവറിലെ രക്തത്തിലൂടെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങളുടെ വിശ്വാസം ആരംഭിക്കുന്ന അതിനുശേഷം. അതിന്റെ പിറ്റേ ദിവസം ഇതാർക്കും പിടികിട്ടിയില്ല, ഇതാർക്കും മനസ്സിലായുമില്ല. പത്രോസിനും 12 പേർക്കും ഒന്നും ഈ കാര്യം മനസ്സിലായില്ല. അവരെല്ലാം കർത്താവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു എന്ന ഒരു കാര്യം അവർക്ക് അറിയാമായിരുന്നു. അതാ അവര് അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം വരെ പറഞ്ഞിരുന്നത്. അവർക്ക് അറിയത്തുമില്ല, അവരറിയേണ്ട ആവശ്യവുമില്ല. അവർക്കുള്ളൊരു ദൂതുമായിരുന്നില്ല ഇത്, അവർക്കുള്ളൊരു മാർഗവുമായിരുന്നില്ല. ദൈവം ഉലകത്തിലുള്ള സകല മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയായി ഈ സഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതാ ക്രിസ്ത്യാനിറ്റി എന്ന് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇന്ന് കള്ളന്മാരെല്ലാം കൂടെ ചേർന്ന ക്രിസ്ത്യാനിറ്റിയെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുക. എന്നിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കുറെ ഉപദേശങ്ങളൊക്കെ എടുത്ത് ഇതിന്റെ ഉപദേശമാക്കി മാറ്റിയിരിക്കുക. പറഞ്ഞിരിക്കുന്ന ഉപദേശം ശരി, പക്ഷെ ആരോട് എന്തിന് എപ്പോ പറഞ്ഞു? നിങ്ങൾ എന്താ ഇപ്പൊ പരിച്ഛേദന ഏൽക്കാത്ത? നിങ്ങൾ എന്തിനാണ് ആടിനെയും കോഴിയെയും കാളയും ഒക്കെ യാഗം അർപ്പിക്കാത്ത? എന്തുകൊണ്ടാണ് പെരുന്നാളും തിരുനാളും പൗരോഹിത്യവും പതാരവും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാത്തത്? പതാരം ഫോളോ ചെയ്യുന്ന കാര്യം അത് കാശ് കിട്ടുന്ന മാർഗമാണ്.
പ്രിയ സ്നേഹിത, യഹൂദ മാർഗമല്ല ക്രിസ്തീയ മാർഗം. യഹൂദനെ വിളിച്ചിരുന്നതും അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ വേറെ. അവരുടെ പ്രത്യാശ വേറെയാണ്. അവരെ നിത്യമായി ജീവിക്കാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ രണ്ടും രണ്ട് പദ്ധതിയാണ്. ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ രണ്ട് സ്വർഗീയ പദ്ധതികളായത്. അതിൽ രണ്ടാമത്തെ പദ്ധതിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതാണ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ കാൽവറിയിലെ ബലിയാണ്. ആ കാൽവറിയിലെ പ്രായച്ചിത്ത യാഗം, പ്രൊപ്പിജിയേഷൻ ഡെത്ത്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. അതിന്റെ കൂടെ കുറെ പഴയ നിയമത്തിലെ യഹൂദന്മാർ ചെയ്തിരുന്നതും അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ എടുത്തിട്ട് കൂട്ടി ഇളക്കി ഒരു മസാല ഉണ്ടാക്കുന്ന നല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇന്ന് ക്രിസ്ത്യന്റെ മുഴുവനും ഇതുപോലെ ആയി പോയിരിക്കുക. ഞാൻ ആ ഭാഗത്തോട്ട് കടന്നു കഴിഞ്ഞാൽ വളരെ വാചാലനായി പോകും. ഞാൻ അതുകൊണ്ട് അവിടെ നിങ്ങൾ തിരിച്ചു വരിക. ഇവിടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവരെ വെള്ളത്തിലൂടെ ശുദ്ധീകരിക്കുന്ന ഒരു സ്നാനം യഹൂദനിടയിലുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ വെള്ളത്തിലെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അവരായി മാനസാന്തരപ്പെടേണ്ടത്. അവർക്കാണ് മനസ്സിന് അന്തരം ഉണ്ടാകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാനസാന്തരപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എ സർട്ടൺ എക്സ്റ്റെന്റ് യെസ് ഐ ക്യാൻ സേ നമ്മൾ മാനസാന്തരപ്പെടണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള മാനസാന്തരമല്ല. നമ്മൾ പാപിയാണെന്നും പാപത്തിന്റെ രക്ഷയ്ക്കായിട്ട് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്നൊക്കെയുള്ള തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ ആ മടങ്ങി ആ ദൈവത്തിലേക്ക് വരുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ മാനസാന്തരം എന്ന് പറയാമെങ്കിലും ബൈബിളിൽ ഈ പറയുന്ന യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്ന മാനസാന്തരം അതല്ല. അവരോടുള്ള മാനസാന്തരം എന്ന് പറയുന്നത് അവർ ദൈവജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അവർ ദൈവത്തിൽ നിന്ന് മാറി അന്യ ദൈവാരാധനയിലും അന്യ ദേവി ദേവന്മാരുടെ പൂജയിലും ആയിരിക്കുക. അവരുടെ മക്കളെ വരെ അന്യ ദേവന്മാർക്ക് യാഗം കഴിക്കുന്ന ലെവലിലോട്ട് അവർ പോയിരിക്കുക. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ പാർപ്പിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ എത്ര വട്ടം എന്റെ ചിറകിന്റെ കീഴിൽ പാർപ്പിക്കാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യെരമ്യാ പ്രവാചകനൊക്കെ പറയുന്നത് ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു, കൊക്കും കുറുപ്രാവും മീവൽ പക്ഷിയും ഇതൊക്കെ തന്റെ മടങ്ങിവരവിന്റെ സമയം അറിയുന്നു, എന്റെ ജനം എന്നെ അറിയുന്നില്ല. അതുപോലെ വഷളന്മാരായി പോയിരിക്കുക യഹൂദന്മാർ. മഹാപുരോഹിതനെ നോക്കിയിട്ട് വെള്ള തേച്ച ശവകല്ലറയാണെന്ന് പറയുക. പള്ളിയിൽ നോക്കിയിട്ട് ഇത് കള്ളന്മാരുടെ ഗുഹയായി എന്ന് പറഞ്ഞിരിക്കുക. ആ ലെവലിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുക. അങ്ങനെ പോയിരിക്കുന്നിടത്തൊന്നും അവരോട് മടങ്ങി വരാൻ പറയാം. അവരുടെ ഒറിജിനൽ വിളിയിലേക്ക് മടങ്ങി വരാൻ പറയാം. നമ്മളോട് മടങ്ങി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മൾ എവിടുന്ന് എങ്ങോട്ടാ മടങ്ങി വരേണ്ടത്? നിങ്ങൾ എവിടുന്നാ മടങ്ങി വരേണ്ടത്? നിങ്ങൾ ആരായിരുന്നു മടങ്ങി വരാൻ? നിങ്ങൾ എന്തെങ്കിലും ഒരിടത്തൊരു നല്ല ഒരു സ്ഥാനത്തായിരിക്കണമല്ലോ തിരിച്ചു മടങ്ങി അങ്ങോട്ട് വരാൻ. എവിടെ ആയിരുന്നു നിങ്ങൾ? ഇതൊന്നും നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിഷയമേ അല്ല. മടങ്ങി വരിക എന്ന് പറയുന്നത് യഹൂദനോട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സെക്കൻഡ് ചാൻസ് അല്ല ഇത്. മടങ്ങി വന്നിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് രക്ഷിക്കപ്പെടുന്ന ഒരു സെക്കൻഡ് ചാൻസിലല്ല ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാൻസ്. അതിനുവേണ്ടി കർത്താവ് തകർക്കപ്പെട്ടിരിക്കുക. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുക. ഇവിടെ നമ്മെ അനുരൂപരാക്കുന്നത് യേശു ക്രിസ്തുവിനോട്, അവന്റെ മരണ പുനരുദ്ധാനത്തോട് നമ്മെ ഏകീഭവിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ വ്യക്തമാകും. ഈ റോമാലേഖനം പഠിക്കുമ്പോൾ ഓരോ അധ്യായത്തിലും ചില അണ്ടർപിന്നിങ് വേഴ്സസ് ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കട്ടെ. അതിലെ 6-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്, ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ കാണിച്ചിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. 6-ാം അധ്യായത്തിലെ വാക്യമാണ് ഈ നമ്മൾ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സ്നാനത്തെ കുറിച്ചുള്ള വാക്യം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നുള്ള ഈ വാക്യം. അതുപോലെ തന്നെ ഈ 5-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 18-ാമത്തെ വാക്യം ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്യമാണ്. 18-ാമത്തെ വാക്യം, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഇതിന്റെ അപ്പുറത്ത് നിങ്ങൾ ഇനിയും വേറൊന്നും ചെയ്ത് നീതി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കർത്താവ് ഓൾറെഡി വരുത്തിയിരിക്കുക. 4-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 5-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ടോ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. 3-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 25-ാമത്തെ വാക്യം, 24-25 വായിക്കണം. എന്നാൽ 25-ാമത്തെ വാക്യം അവിടെ പറയാം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ അടുത്ത വാക്യം ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പിടികിട്ടാതെ കിടക്കുന്ന ഒരു വാക്യമാണ്. വളരെ സിമ്പിളാ പറയുന്നത്, ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ
ദൈവം നീതിമാനും താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് ആ കാര്യം അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം നമ്മൾ പഠിച്ചു പോയ കൂട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അധികം അവിടെ നിൽക്കുന്നില്ല. നിന്ന് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും പ്രയോജനപ്പെടും വീണ്ടും, പക്ഷെ എന്നിരുന്നാൽ നമ്മൾ എങ്ങും എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് സ്പീഡിൽ പോവുക. 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ പൗലോസിൽ കൂടി അറിയിച്ചിരിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ മർമ്മത്തിന്റെ അനുസരണത്തിന് ഒത്തവണ്ണം പ്രസംഗിക്കുക. ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. എന്താണ് പോളിനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന്റെ മർമ്മത്തിനനുസരിച്ചുള്ള സുവിശേഷം, അത് പോളിൽ കൂടി അറിയിച്ചിരിക്കുന്ന സുവിശേഷം. 1-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 17-ാമത്തെ വാക്യം. ആ 17-ാമത്തെ വാക്യത്തിൽ പറയാം, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നത്. ഈ വാക്യമാണ് 1-ാം അധ്യായത്തിലെ അണ്ടർപിന്നിങ് വേഴ്സസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ അധ്യായത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്യങ്ങളുണ്ട്. 6-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത് ഈ 3-4 വാക്യങ്ങൾ അത്ര മാത്രം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അത്രയും അതിനെ സ്ട്രെസ് ചെയ്യുന്നത്. കാര്യം ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ പകുതി മനസ്സിലായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർത്താവിന്റെ ക്രൂശീകരണവും അതിന്റെ മഹത്വം എന്താണെന്നും നമ്മൾ എങ്ങനെ അവനോട് ചേരുന്നുവെന്നും അതിന് നമ്മൾ എങ്ങനെ പങ്കാളികളായി തീരുന്നുവെന്നും ഒക്കെയാണ് ഇതിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് അവിടെ മുതലാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത്. നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം നിന്ന് പറയാനുള്ള കാര്യങ്ങളുണ്ട്, എങ്കിലും നമ്മുടെ സമയവും സൗകര്യങ്ങൾ കൂടെ നോക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. എവിടെയെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം, വീണ്ടും അതിനെ റീക്യാപ്പ് ചെയ്യാം. ഒന്നും കുഴപ്പമില്ല. നിങ്ങളുടെ സൗകര്യത്തിനും നിങ്ങൾ ചോദിക്കുന്ന സംശയത്തിനനുസരിച്ചും ഒക്കെ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. 6-ാം അധ്യായം 12-ാം വാക്യം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയായിരുന്നു. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുകയും. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരായാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ മുതലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 12-ാമത്തെ വാക്യം പറയുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ മരണത്തിന് അധീനമായ ശരീരത്തിൽ ഇനി വാഴരുത്. അതായത് ഈ നമ്മുടെ ശരീരത്തിൽ ഇനി പാപം വാഴരുത് എന്ന് പറയുക. ഇതാരാ പാപം വാഴണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്? നമ്മൾ പാപം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? രക്ഷിക്കപ്പെട്ടോ നാം ഓരോരുത്തരുമാണ്. നമുക്ക് എടുക്കാവുന്ന തീരുമാനമാണ്. ഈ രീതിയിൽ കൂടെ യേശു ക്രിസ്തുവിനോട് ചേർന്നവരായ നാം ഓരോരുത്തരും എടുക്കാവുന്ന തീരുമാനമാണ് പാപം ചെയ്യണോ വേണ്ടായോ എന്നുള്ളത്. പരിശുദ്ധ ആത്മാവ് നമ്മളെ ബലാത്കാരമായിട്ട് നീതിപാതകളിൽ കൂടി നടത്തിക്കത്തില്ല. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. നമ്മൾ അതിനാൽ കവേർഡ് ആണ്, കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു അമാനുഷികമായിട്ട് മാറുകയല്ല. നമ്മൾ ഈ സാധാരണ മനുഷ്യൻ തന്നെയാണ്. നമ്മൾ മിററിൽ പോയി കണ്ണാടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് കാണുന്നത്. അതേ മീശ, അതേ മുടി, അതേ രീതി, എല്ലാം അത് തന്നെ, ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര ചേഞ്ച് നടന്നിരിക്കുക. അപ്പോ ഈ സംഭവം നമ്മളോട് പറയുകയാണ്, 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഈ മർത്യ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ്. മരണത്തിന് അധീനമായ, മരിച്ചു പോകുന്ന, മണ്ണോട് മണ്ണായി ചേർന്ന് പോകുന്ന മോർട്ടൽ ബോഡി. ഈ മോർട്ടൽ ബോഡി വന്നിരിക്കുന്ന ആദാമിൽ നിന്ന്, ആ രക്തത്തിൽ നിന്നും ആ DNA-യിൽ നിന്നും കിട്ടിയിരിക്കുന്ന ബോഡിയായത്. അതിലാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ഇരിക്കുന്നത്. ഇത് പുറത്തെ മനുഷ്യനാണ്. ഈ പുറത്തെ മനുഷ്യന്റെ മോഹങ്ങളെ, ഈ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അതനുസരിക്കുമാറ് ഇനി വാഴരുത് എന്ന് പറയുക. അങ്ങനെ വാഴാതിരിക്കാൻ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും അതിന് തീരുമാനമെടുക്കണം. അതിന് പരിശുദ്ധ ആത്മാവ് നമ്മളെ സഹായിക്കുമോ? ടു എ സർട്ടൺ എക്സ്റ്റെന്റ് പരിശുദ്ധ ആത്മാവ് നമ്മളെ സഹായിക്കുമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ വിടുക. ഇതാ എഫേസ്യ ലേഖനം 4:30 പറയുന്നത്, പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനായിട്ടല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതായത് റാപ്ചർ നാൾ വരെ നിങ്ങളെ മുദ്രയിട്ടിരിക്കുക. യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അന്ന് വരെ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത് എന്ന് പറയുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമുക്ക് ബലം പകരുകയും നമ്മളെ അതിനായിട്ട് ദൈവം പ്രത്യേക കൃപകളും ആ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തന്ന് ആ രീതിയിൽ നടക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. പക്ഷെ ആ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് നമ്മളാണ്. നാം പാപസംബന്ധമായി മരിച്ചവരാണെങ്കിലും നമുക്ക് പാപം ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഈ ബോഡിയിലാണ് ആയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ മോർട്ടൽ ബോഡിയെ അതിനെ അനുവദിക്കരുത്. മരണത്തിന് അധീനമായ മരിച്ച് മൺമറഞ്ഞ് മണ്ണോട് മണ്ണ് ചേർന്ന് മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള ഈ ശരീരത്തെ അതിനെ അനുവദിക്കരുത്. അനുവദിച്ചാൽ എന്ത് നടക്കുമെന്നറിയാമോ? പാപം നമ്മിൽ കൊടി കുത്തി വാഴും. മുമ്പിലത്തേനെക്കാട്ടിലും ഭയങ്കരമായിട്ട് അവൻ കൊടി കുത്തി വാഴുവാനായിട്ട് തുടങ്ങും. കാര്യം അവനറിയാം ഇപ്പൊ ശരിക്കും യുദ്ധം ചെയ്യേണ്ട ആളാണ് നമ്മളെന്നുള്ളത്. മറ്റേത് മുഴുവൻ അവന്റെ കൺട്രോളിലായിരുന്നു, അവന്റെ പൂണിയിലായിരുന്നു. അതുകൊണ്ട് വലിയ യുദ്ധം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ മനുഷ്യൻ വേറെയാണ്, പുറത്തെ മനുഷ്യൻ വേറെയാണ്. അതുകൊണ്ട് ഈ യുദ്ധം നമ്മുടെ നേരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വാഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ, പാപം നമ്മിൽ വാഴാതിരിക്കാൻ അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. എവിടെ ഈ പാപം വസിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ശരീരത്തിലാണ്, നമ്മുടെ പ്രാണനിലോ നമ്മുടെ ആത്മാവിലോ അല്ല. അത് ഓൾറെഡി പരിശുദ്ധ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവിനാൽ പൊതിയപ്പെടുകയും അത് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിടപ്പെടുകയും ചെയ്തിരിക്കുക. അത് എന്നേക്കുമായിട്ട് കർത്താവിനോടൊപ്പം വാഴുവാനായിട്ട് പോവുക. അതിലിനി ഒരു മാറ്റമില്ല. അത് നിങ്ങളുടെ എന്തെങ്കിലും ഗുണം കൊണ്ടല്ല, കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുക. അതൊരു ഡൺ ഡീലാണ്. അതിനകത്തിൽ ഇനി യാതൊരു മാറ്റവുമില്ല. പിന്നെ ഈ ബോഡിയിൽ നമ്മൾ ഇനി പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അനുവദിക്കരുത്. ഈ പ്രോബ്ലം, ഈ പാപം ചെയ്യുവാൻ അതിനെ അനുവദിക്കരുതെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാപ്ചർ വരെ ഈ പ്രോബ്ലം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. റാപ്ചർ നടക്കുന്നവർ, അതായത് സഭ ഇവിടുന്ന് ചേരുന്ന നാൾ വരെ ഈ പ്രശ്നം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. റാപ്ചറിന്റെ അന്ന് നമുക്കൊരു ഇമ്മോർട്ടൽ ബോഡി കിട്ടും, അമർത്യമായ ഒരു ശരീരം. മനസ്സിലായോ? നമുക്ക് ഈ ശരീരം മാറിയിട്ട് പുതിയൊരു ശരീരം നമുക്ക് റാപ്ചറിന്റെ അന്ന് ലഭിക്കും. റാപ്ചർ വരെ നമ്മൾ ഈ ശരീരത്തിൽ ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചിരിക്കുക. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ തുടങ്ങിയിരിക്കുക. അപ്പൊ നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഈ ശരീരത്തിന്റെ മേലെ ഒരു കൺട്രോൾ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഈ പ്രോബ്ലം എന്ന് വരെ ഉണ്ടെന്നറിയാമോ? ഈ ലഗേജ്, ഈ ബാഗേജ് നമ്മുടെ കൂടെ ഉള്ളത്രയും നാൾ വരെ ഉണ്ട്. അതെന്ന് വരെയാ? അത് റാപ്ചർ വരെയാ, ഗ്ലോറി വരെയാ, നമ്മുടെ മഹത്വത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്നത് വരെയാ. അത് അന്ന് നമുക്ക് എന്ത് സംഭവിക്കും? അന്ന് എന്ത് സംഭവിക്കും നമ്മൾ അടുത്ത അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ചിന്തിക്കും. എന്നാലും ഞാനത് വായിച്ച് കേൾപ്പിച്ചങ്ങ് വിടാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ഇത് കണ്ടില്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ. റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം. അവിടെ പറയുകയാണ്, ആത്മാവെന്ന ആദ്യ ദാനം. ഇതൊരു ആദ്യ ദാനമാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്ന ആദ്യ ദാനം നമുക്ക് ലഭിച്ചിരിക്കുക. ആ ആത്മാവ് ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. മനസ്സിലായോ? ആൻഡ് നോട്ട് ഓൺലി ദേ ബട്ട് ourselves also which have the first fruits of the spirit, even we ourselves grown within ourselves waiting for the adoption to wit the redemption of our body. അതായത് ഈ ശരീരത്തിൽ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്കൊരു പുതിയ ശരീരം ലഭിക്കാൻ പോവുക. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ 8-ാമത്തെ അധ്യായത്തിൽ കയറുമ്പോൾ പറയാം. കൂടുതൽ അത് നമുക്ക് ചിന്തിക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. റാപ്ചർ നാളിൽ നമുക്ക് അമർത്യമായ ഒരു ശരീരം ലഭിക്കും. ഈ മർത്യമായത് വിട്ടുമാറും, നമ്മൾ അമർത്യമായതിനെ ധരിക്കും. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന നാൾ വരെ ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ട്രാപ്ഡ് ഇൻ ദിസ് ബോഡി അൺടിൽ റാപ്ചർ. ഈ രക്ഷിക്കപ്പെട്ട നമ്മിലെ മനുഷ്യൻ ഈ ബോഡിക്കകത്തിൽ ട്രാപ്ഡ് ആയിരിക്കുക, ഈ ബോഡിക്കകത്തിൽ പെട്ടുപോയിരിക്കുക. ഈ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദമിൻ്റെന്ന് കിട്ടിയത്. അത് ഈ ലോക സുഖങ്ങളും ലോകത്തിലെ പാപങ്ങളും മുഴുവനും ഇഷ്ടപ്പെടുന്ന ഒരു ശരീരമാണ്. അതിനകത്തിലാണ് ഈ രക്ഷിക്കപ്പെട്ട മനുഷ്യനെ ഇപ്പൊ ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൽപ്പിടുത്തമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിൽ ഒരു വലിയ മൽപ്പിടുത്തം നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ആക്ച്വലി ഈ പാപം ചെയ്യണമെന്ന് താല്പര്യമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്ത പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 7-ാം അധ്യായം കണ്ടു. അടുത്ത അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇതിന്റെ വിശദീകരണം പഠിക്കും. 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം കണ്ടു. അവിടെ പറയുകയാണ്, ആകിയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്ര. മനസ്സിലായോ? ആകയാൽ അതിനെ ഈ പാപപ്രവൃത്തി ചെയ്യുന്നത് ഞാനല്ല, എനിക്ക് ചെയ്യാൻ താല്പര്യവുമില്ല, പക്ഷെ എന്നിൽ വസിക്കുന്ന പാപം അത്ര. ഈ പാപം നമ്മിൽ വസിച്ചിട്ട് നമ്മളെ അതിന് അടിമയാക്കി കളയും. വിശ്വാസിയെ അവനിൽ വസിക്കുന്ന പാപ ശരീരം പാപത്തിന് അടിമയാക്കുവാനായിട്ട് കഴിയും.
20ാമത്തെ വാക്യം കൂടെ കാണിക്കാം. 20ാമത്തെ വാക്യം പറയുന്നത് കണ്ടില്ലയോ? ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഈ സംഭവം ഇരിക്കുന്നതുകൊണ്ടാണ് 6ാം അധ്യായത്തിന്റെ 12ാം വാക്യത്തിൽ പറയുന്നത്. 6ാം അധ്യായത്തിന്റെ 12ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. അതിനെ വിട്ടു കഴിഞ്ഞാൽ അത് കൊടി കുത്തി വാണുകളയും. അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുക. യു ആർ എ സേവ്ഡ് പേഴ്സൺ ബട്ട് ട്രാപ്ഡ് ഇൻ ദിസ് സിൻഫുൾ ബോഡി. ഇതിൽ പെട്ടുപോയിരിക്കുക, ഈ ശരീരത്തിൽ നമ്മളായിരിക്കുക. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ യുദ്ധം തുടങ്ങിയതാണ്. പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിൽ നിന്ന് ലഭിച്ച ശരീരവും ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച പ്രാണനും ആത്മാവും ഇത് തമ്മിൽ അകത്ത് രണ്ട് മനുഷ്യനായിട്ട് മാറിയിരിക്കുക, അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. പാപം ഒരു കാര്യം മനസ്സിലാകണം, ഒരിക്കൽ പോലും തോറ്റ് തൊപ്പിയിട്ട് പിന്മാറത്തില്ല. അത് മരണം വരെ പോരാടിക്കൊണ്ടേയിരിക്കും. ഓ, യു ആർ എ സേവ്ഡ് പേഴ്സൺ, യു ആർ എനിവേ ഗോയിങ് ടു ഗോ ടു ദ ഹെവൻ. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടും പ്രയോജനമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇതിന് പുറകെ സമയം വേസ്റ്റ് ആക്കുന്നതെന്ന് പറഞ്ഞ് വിട്ടേച്ച് പോകത്തില്ല. പാപം അതിന്റെ അവസാനത്തെ സമയം വരെയും പോരാടിക്കൊണ്ടേയിരിക്കും. ഒരു വിധത്തിലും വിട്ടേച്ച് പോകത്തില്ല, പിന്നോട്ട് മാറത്തില്ല. നമ്മെ ഭക്ഷണത്തിൽ അങ്ങനെ പോരാടുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം, ആ പോരാട്ടം നമ്മുടെ രക്ഷയിൽ നമ്മളെ വീഴിക്കത്തില്ല. പക്ഷെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, നമ്മിൽ നടക്കുന്ന സാന്നിധ്യം, ആ ആത്മീക ചൈതന്യം, ആത്മീക ജീവൻ, എന്താ പറയുക, ആ ഉത്സാഹം എല്ലാം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ലഭിക്കാനുള്ള റിവാർഡുകൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നിത്യമായിട്ട് ദൈവത്തോടൊപ്പം നിത്യതയിൽ വാഴാനുള്ളതാണ്. നമുക്ക് ലഭിക്കാനുള്ള തേജസിന്റെ ആ ഒരു ലെയർ നമുക്ക് ലഭിക്കാനുള്ള ഗ്ലോറി, അതിന്റെ അളവിനൊക്കെ ഒത്തിരിയും വ്യത്യാസം വരും. ഈ ലോകത്തിൽ തന്നെ ദൈവം നമ്മളെ ബാലശിക്ഷയ്ക്കും ഇടയാക്കും. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തന്നെ അടിയും കിട്ടും, പകരവും കിട്ടും, ബാലശിക്ഷയ്ക്കും ഇടയാക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കും. പക്ഷെ ഇതൊന്നും നമ്മുടെ രക്ഷയിൽ നിന്ന് നമ്മൾ വീണു പോകത്തില്ല. അതിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ടോ, നിങ്ങൾ എന്തെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചത് കൊണ്ടോ കിട്ടിയതല്ല അത്. നിങ്ങളുടെ ആ അണ്ടർസ്റ്റാൻഡിങ്, ആ ട്രസ്റ്റ്, ആ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും നിങ്ങളുടെ ഉള്ളിൽ നടന്ന പരിവർത്തനം മനസ്സിലാക്കി ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തന്നതാണ്. കൃപയാലല്ലോ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല. അത് ഒരു മനുഷ്യനും എന്താ പറയുന്നത് പ്രശംസിക്കാതിരിക്കാൻ ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. നിങ്ങൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടോ കെട്ട പ്രവൃത്തി ചെയ്തുകൊണ്ടോ കിട്ടുന്നതും പോകുന്നതൊന്നും അല്ലാതെ അത് ഒരിക്കലായിട്ട് നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുക. ഇവിടെ നമ്മളെ ആ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കാനുള്ള, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന്റെ ആ മരണ പുനരുദ്ധാനത്തോടും ആ ഉയർപ്പിനോടും ആ തേജസ്സിന്റെ ശക്തിയൊക്കെ അനുഭവിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടി ആ ജീവിക്കാനുള്ള ആ ജീവിതത്തിനാണ് ഈ തടയിടുന്നത്. ആത്മാവും പ്രാണനും രക്ഷിക്കപ്പെട്ടിരിക്കുക. പക്ഷെ നമ്മളൊരു കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആളിനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, ആക്ച്വലി എന്തെങ്കിലും നമ്മിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. യു ആർ എ ഹെവൻലി പേഴ്സൺ. ഇതിനൊരു മരുന്നേ ഉള്ളൂ, ഒരു പരിഹാരമേ ഉള്ളൂ. അത് ഒരു എളുപ്പവഴി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ നാട്ടുകാരൻ ഇവിടെ ജനിച്ചു, ഇനി കുറെ നാൾ കഴിയുമ്പോൾ കർത്താവ് വരും, എന്നേലും കർത്താവ് വരുമ്പോ ഒരു പക്ഷെങ്കിൽ ഞാൻ പോയേക്കും, ഇങ്ങനൊക്കെ ചിന്തിക്കല്ല. ഇതൊന്നും അല്ല നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്ക് ധൈര്യം കിട്ടേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരാളാണ്, സ്വർഗത്തിലുള്ള ഒരാളാണ് നമ്മളെ ദൈവം ഒരു 10-30 വർഷത്തേക്ക് ഭൂമിയിലേക്ക് അയച്ചേക്കുക. ഈ ഭൂമിയിലെ ഒരു ഷോർട്ട് അസൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മളെ സ്വർഗത്തിന്റെ ഒരു ഡെപ്യൂട്ടേഷനിൽ ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിന്ന് എന്നേലും അങ്ങോട്ട് പോകുന്നല്ല, നമ്മൾ ഓൾറെഡി അവിടുത്തെ ആളാണ്, നമ്മുടെ സിറ്റിസൺഷിപ്പ് അവിടാണ്, അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട്. മനസ്സിലായോ? നമ്മള് സ്വർഗത്തിൽ നിന്നും ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതും ഒരു ഡെപ്യൂട്ടേഷൻ മാതിരി 10, 25, 30, 40 വർഷത്തിലേക്ക് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും ഒക്കെ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മളിപ്പോ ഒരു അംബാസിഡേഴ്സ് ആയിട്ട് വേറൊരു രാജ്യത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യും? അമേരിക്കൻ സിറ്റിസൺ ഒരാള് വേറൊരു രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സ്വർഗത്തിന്റെ സിറ്റിസൺസ് ആണ്, അവിടെ നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുക.
ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരവും ഈ പ്രാണനും ആത്മാവും ദൈവത്തിന്റെ ഓൾറെഡി ആയിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മുടെ ശരീരത്തിലും താല്പര്യമുണ്ട്. നമ്മുടെ ഈ ശരീരവും വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാര്യം ഈ ശരീരത്തിലും ഈ മൺകൂടാരത്തിലുമാണ് ദൈവിക സാന്നിധ്യം വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശുദ്ധമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാണനും ആത്മാവും പോലെ തന്നെ ബോഡിയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കാണിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 16 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ ലേഖനം ഞാൻ എടുത്തിരുന്ന വാക്യം ആ റെഫറൻസ് കിട്ടുന്നില്ല എനിക്ക്. ഓക്കെ, ഞാനത് തൽക്കാലം വിടുന്നു. റോമാലേഖനം 6-ാം അധ്യായം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചിന്തിച്ചു പോകാൻ. ഞാൻ ഒരു റെഫറൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 12-ാം വാക്യം അതിലിങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ പാപം നിങ്ങളുടെ മധ്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. സോറി, എനിക്ക് ചെറിയ പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, 13-ാമത്തെ വാക്യം: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നമ്മുടെ ഈ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. ഇവിടെ എല്ലാം പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എല്ലാം ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുകയും നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കണ്ണ്, കാല്, നിങ്ങളുടെ കൈ, നിങ്ങളുടെ മൂക്ക്, നാക്ക്, ഇതെല്ലാം ദൈവത്തിന് കൊള്ളാവുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ എന്ന് പറയാം. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇവിടെ കണ്ടില്ലയോ, ഇവിടെ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു നിങ്ങളെങ്കിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പാപത്തിന് നിങ്ങളുടെ മേലെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത ഏറെയായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ പ്രമാണങ്ങൾക്കല്ല കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നത് എന്ന് പറയാ. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുക. കാര്യം പ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ പാപം ചെയ്യാനുള്ള ഒരു ഭയങ്കര ഇത് എന്താ പറയുന്നത്, അതിന്റെ ഒരു താല്പര്യം നിങ്ങൾക്ക് വർദ്ധിച്ചേനെ. 15-ാമത്തെ അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. 15-ാമത്തെ അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം. അവിടെ പറയാം, മരണത്തിന്റെ വിഷമുള്ള പാപം. ഈ പാപം കാരണമാണ് മരണം വരുന്നത്. മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഓർക്കേണ്ടുന്നത് നമ്മുടെ ഈ മൺകുടാരത്തിൽ നമ്മൾ മാറ്റപ്പെടുന്നത് മാത്രമല്ല, നിത്യമരണം, 2-ാം മരണം, അതായത് എന്നേക്കുമായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നതിനെയാണ് ഈ മരണം എന്നൊക്കെ ഇവിടെ ഈ പ്രതിപാദിക്കുന്നത്. മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അതായത് ആ പാപത്തിന് പവർ കൊടുക്കുന്നത് പ്രമാണം. അങ്ങനെ ഒരു പ്രമാണത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരുന്നെന്നുണ്ടെങ്കിൽ പ്രമാണം ലംഘിക്കാനും പ്രമാണത്തിൽ നിന്ന് വീണു പോകാനും ആ പ്രമാണത്തിനെതിരായിട്ട് പോകാനും ഒക്കെയുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. എന്നാൽ നിങ്ങൾ പ്രമാണത്തിനല്ല അധീനരായിരിക്കുന്നത്, കൃപയ്ക്കത്രേ എന്ന് പറയുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു വളരെ ഇമ്പോർട്ടന്റ് വാക്യമാണ് റോമർ 6:14. അതിൽ പറയുന്നത് കണ്ടില്ലയോ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല. കാര്യം ന്യായപ്രമാണത്തിനായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വീണു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ ഇനി കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. ഒരു പ്രമാണവും അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നിയമങ്ങളും അനുസരിച്ചിട്ടല്ല. ജീവിത വിശുദ്ധിയിലുള്ള പ്രമാണങ്ങൾ മാത്രമാണ് നമ്മൾ പാലിക്കേണ്ടത്. അതായത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. മോശയുടെ ന്യായപ്രമാണമല്ല,
കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ന്യായ പ്രമാണമുണ്ട്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. ഈ ബൈബിളിൽ ഒത്തിരി അടുത്ത് ഉപദേശങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉപദേശങ്ങൾ ഞാൻ കാണിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14 മുതൽ താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിലത് കാണാം. ഇവിടെ പറയുന്നുണ്ടല്ലോ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ഇതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്. ഇതൊക്കെ പ്രമാണമാണ്. ഇതൊന്നും ന്യായ പ്രമാണമല്ല, രക്ഷിക്കപ്പെടാനുള്ള മോശ കൊടുത്ത പ്രമാണം മാതിരിയുള്ള പ്രമാണമല്ല, പക്ഷെ ക്രിസ്തുവിന്റെ പ്രമാണം. ഈ പ്രമാണങ്ങളൊക്കെ പാലിക്കാൻ നമ്മൾ യോഗ്യരാണ്, നമ്മൾ പാലിച്ചേ മതിയാവത്തുള്ളൂ. ഇതൊക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. പ്രമാണത്തിനല്ല നിങ്ങൾ അധീനരായിരിക്കുന്ന, കൃപയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമാണവും പിന്നെ അനുസരിക്കേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. 15-ാമത്തെ വാക്യത്തിൽ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രമാണമാണ്. അടുത്താണ്ടിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ഇതെല്ലാം പ്രമാണമാണ്, ക്രിസ്തുവിന്റെ പ്രമാണമാണ്. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകല ദോഷവും വിട്ടകലുകയും. ഞാൻ ഈ കാണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒത്തിരി പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ട. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാര്യങ്ങളൊക്കെ പ്രമാണത്തിനല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് എത്ര അധീനരായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രമാണവും പിന്നെ അനുസരിക്കേണ്ടതെന്നല്ല എന്റെ അർത്ഥം. യേശു ക്രിസ്തുവിന്റെ പ്രമാണം എന്ന് പറയുന്ന ഒത്തിരി പ്രമാണങ്ങൾ ദൈവം നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ കൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തിന്റെ കാര്യം ഇവിടെ പറയുന്നത്. പ്രമാണത്താലല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കൃപയാൽ അത്രേ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇന്ന് നമ്മെക്കുറിച്ച് ക്രിസ്തീയ നേതാക്കന്മാർ അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ഗോളം കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത്, കൃപ പ്രസംഗിക്കുന്നവര് അതൊരു ലൈസൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണ്. അങ്ങനെയാണോ ഈ വാക്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ ഈ 14-ാമത്തെ വാക്യത്തിൽ വായിച്ചെന്തോ, 6:14 വായിച്ചെന്തോ, കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണോ? അതോ നിയമം അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ നിയമത്തിനല്ല, കൃപയ്ക്ക് എത്ര അധീനരായിരിക്കാൻ, നിങ്ങളിൽ പാപം കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നാ പറയുന്നത്. അല്ല, പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നല്ല അവിടെ പറയുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം കൂടെ കാണിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള ചില വാക്യങ്ങൾ കാണിക്കാം. അവിടെ പറഞ്ഞുണ്ടോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രമാണം മൂലം രക്ഷിക്കപ്പെട്ടു എന്നല്ല, കർത്താവിന്റെ കൃപയാൽ എല്ലാ മനുഷ്യർക്കും രക്ഷിക്കപ്പെടാനുള്ള ഭാഗ്യം കൃപ ഉദിച്ചല്ലോ. അതിന്റെ 12-ാം വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തിരിക്കുന്നു. അടുത്ത വാക്യം, ഈ വാക്യം വളരെ ഇമ്പോർട്ടന്റ്. 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവിടെ പറയുക, അത് കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും. എങ്ങനെ? ഈ ലോകത്തിന്റെ മോഹങ്ങൾ, അതിലേക്കാണ് ജനത ഇന്ന് സാത്താൻ തള്ളിക്കൊണ്ടു പോകുന്നത്. അതിനാണ് നമ്മളെ അടിമകളാക്കുന്നത്. ഈ ഭക്തികേട് പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോട് ജീവിക്കാനും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിനും അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്ത്? കൃപ. ദൈവത്തിന്റെ കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൃപ 11-ാം വാക്യത്തിൽ പറയുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് 13-ാം വാക്യത്തിൽ പറയുക, ആ കൃപ ഈ ലോകത്തിലെ ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. മനസ്സിലായോ? കൃപയ്ക്കുള്ള പ്രത്യേകത മനസ്സിലായോ? ഈ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അത്രേ അധീനരായിരിക്കുന്നത്. യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ് എന്ന് പറയുക. ഇവിടെ 15-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു നിർത്താം. ഞാൻ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. ചില കാര്യങ്ങളോട് പെട്ടെന്ന് പറഞ്ഞ് 5 മിനിറ്റിനകത്ത് പ്രാർത്ഥിച്ച് നിർത്തുവാനായിട്ട് പോവുകയാണ്. 6-ാം അധ്യായം 14-ാമത്തെ വാക്യം, For sin shall not have dominion over you, for you are not under the law but under the grace. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. 15-ാമത്തെ വാക്യം, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാൾ വരുത്. അടുത്ത ചോദ്യം വരിക. 14-ാമത്തെ വാക്യം വരെ ഒരു ചോദ്യത്തിന് ആൻസർ പറയുകയായിരുന്നു, 1-ാമത്തെ ചോദ്യത്തിന്. അതായത്, എന്നാൽ നാം തുടർമാനമായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ചോദിച്ചതിന് ആൻസർ പറയായിരുന്നു 14-ാമത്തെ വാക്യം വരെ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യത്തിന് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് പോൾ വീണ്ടും ഒരു ചോദ്യമായിട്ട് അതിനെ ഇട്ടിട്ട് പോൾ തന്നെ അതിന് മറുപടി പറയുക.
എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അത്രേ നമ്മൾ അധീനരായിരിക്കുന്നത്. പ്രമാണമൊന്നുമില്ല, നമ്മൾ കൃപയ്ക്കാണ് നമ്മൾ അധീനരായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പാപം ചെയ്യുക എന്നോ, റാപ്ചർ വരെ പാപം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോകത്തിൽ ജീവിക്കുക എന്നോ ഒരു നാളും അരുത്. ആ ഒരു ഗ്രീക്ക് ലെറ്ററിൽ ഉപയോഗിക്കാവുന്നതിലെ ഏറ്റവും വലിയ എംഫാറ്റിക് നോ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്, ഒരു നാളും അരുത്, ഗോഡ് ഫോർബിഡ്. അങ്ങനെ ചെയ്യരുത്, പാപം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ഇവിടെ രണ്ട് യജമാനന്മാരുടെ കാര്യം പറയാം, ഒന്ന് പാപവും ഒന്ന് നീതിയുമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ കീഴിലാണെങ്കിൽ ആ യജമാനനെ അനുസരിച്ച് പോകുവാൻ നിങ്ങൾ യോഗ്യരാണ്, നിങ്ങൾ കടപ്പെട്ടവരാണ്, നിങ്ങൾ ബാധ്യസ്ഥരാണ്. നീതി എന്നത് യജമാനനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ നീതിയുടെ ദാസന്മാരായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുക. അല്ല, പാപത്തിനാണ് നിങ്ങൾ ഇപ്പോഴും ദാസന്മാരായിരിക്കുന്നെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ ദാസന്മാരെ അനുസരിച്ച് പോകും. 17. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. ഈ ഉപദേശ രൂപം എന്നൊക്കെ പറയുന്നത് പോൾ ഉപദേശിച്ച സുവിശേഷത്തെ, ആ ഡോക്ടറിനെയാ പറയുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, ഒരു സമയത്ത് നിങ്ങൾ അതിന് ദാസന്മാരായിരുന്നു. എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച, അതായത് ഞാൻ നിങ്ങളെ ഉപദേശിച്ച ആ ഡോക്ടറിനൽ ഉപദേശം ഹൃദയപൂർവ്വം നിങ്ങൾ അനുസരിച്ചു. അങ്ങനെ അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ നീതിയുടെ ദാസന്മാരായതുകൊണ്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു എന്ന് പറയാം. 19. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ നിങ്ങളെ മനുഷ്യ രീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും. ഇത് രണ്ട് മനുഷ്യരും, രണ്ട് യജമാനന്മാരും, രണ്ട് രീതിയുമാണ്. അതിൽ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ സമർപ്പിക്കുകയെന്ന് പറയുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ദൈവത്തിന് ആവശ്യമുള്ളതാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അത് നിങ്ങളെ കാണിക്കുവാൻ ഞാൻ റെഫറൻസ് ചെയ്യാൻ തപ്പിയത്, പക്ഷെ എനിക്ക് ആ സമയത്ത് അത് കിട്ടിയില്ല. നമ്മുടെ ശരീരത്തിന് ദൈവത്തിന്റെ മന്ദിരവും ദൈവം വസിക്കുന്ന മന്ദിരവും, അതുകൊണ്ട് ഇത് വിശുദ്ധിയായിട്ട് സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പറയാം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രന്മാരായിരുന്നു. നിങ്ങൾ അന്ന് പാപത്തിന്റെ ദാസന്മാരായിരുന്നു. അന്ന് നീതിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യവുമില്ലായിരുന്നു. നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ബേർഡ് ആയിരുന്നു. ഇഷ്ടം പോലെ പാപം ചെയ്ത് അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നിരുന്നു. അങ്ങനെ നടന്നിരുന്നത് പോലെ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. കാര്യം ഈ സത്യമൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മണ്ടത്തരമാണ് ഞാൻ ചെയ്തിരുന്നത്, എവിടെ ഞാൻ ചെന്ന് ചേർന്നേനെ, ഞാൻ ഇത് അറിയാതെ പോയിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായി തീർന്നേനെ എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, തിരുവചനം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ, നിത്യനാശം, നിത്യമരണമാണ് അതിന്റെ അവസാനം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനമാകും. മനസ്സിലായോ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമായത്. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അടിമകളുടെ ഒരു എക്സാമ്പിളിലൂടെയാണ് ഇത് വിവരിക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക. ഒരടിമ തന്റെ ദാസനെ അനുസരിപ്പാൻ ബാധ്യസ്ഥനാണ്. അടിമച്ചന്തയിലെ അടിമക്കച്ചവടമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, അടിമകളെ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. ഓരോ വീട്ടിലും അടിമകൾ ഉണ്ടായിരുന്നു, ഒത്തിരി അടിമകളുള്ള യജമാനന്മാരുണ്ടായിരുന്നു. അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ആ ഉപമ പോൾ പറയുന്നത്, ഒരടിമ തന്റെ ദാസനെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ യജമാനന് അടിമയുടെ മേൽ അധികാരമില്ലാത്ത ഒരു സമയം വരും. അതെപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടിമ മരിക്കുമ്പോഴാണ്. അടിമ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യജമാനൻ അടിമയുടെ മേൽ ഒരു സ്വാതന്ത്ര്യമില്ല, കുഴിച്ചു മൂടുക എന്നുള്ളതേ ഉള്ളൂ. അടിമ മരിച്ചാൽ പിന്നെ അവനെ അനുസരിപ്പിപ്പാൻ യജമാനന് കഴിയത്തില്ല. പിന്നെ ആജ്ഞാപിച്ചാൽ അടിമ അനുസരിക്കേണ്ടുന്ന കാര്യവുമില്ല, കാര്യം മരിച്ചു പോയിരിക്കുക. പോള് ഇവിടെ പറയുന്നത്, ഒരിക്കൽ നിങ്ങൾ പാപത്തിന്റെ അടിമകളായിരുന്നു, പാപമായിരുന്നു നിങ്ങളുടെ യജമാനൻ. അന്ന് പാപം കൽപ്പിക്കുന്നതെല്ലാം ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരുന്നു. പാപത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങൾ മരിച്ചിരിക്കുക. ആ യജമാനനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ അവൻ പറയുന്ന ഒന്നും കേൾക്കാൻ ബാധ്യസ്ഥരുമല്ല. വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അടിമ വേറൊരു യജമാനനായാൽ പഴയ യജമാനന് അവന്റെ മേൽ യാതൊരു അധികാരവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നത് ആ 12-ാം അധ്യായത്തിന്റെ എക്സ്പ്ലനേഷനാണ്. അതായത് നിങ്ങളുടെ ശരീരത്തെ
മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. 6-ാം അധ്യായം ഒത്തിരിയും അനുഭവങ്ങൾ, ഒത്തിരിയും സത്യങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു അധ്യായമാണ്. ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ അടുത്ത ഒരു തലമാണ് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ പാപത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കണം, എങ്ങനെ പാപത്തിൽ നിന്നും മാറി നിൽക്കും, എങ്ങനെ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും എന്നൊക്കെയുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന ഒരു വിഷയം, ഒരു അധ്യായമാണ് 7-ാമത്തെ അധ്യായം. അത് കഴിഞ്ഞ് 8-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ അതിലും വെളിച്ചം വീശുന്ന ഒരു വലിയ അധ്യായമാണ് ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും ഈ എപ്പിസോഡുകൾ യൂട്യൂബിൽ വന്നു കഴിയുമ്പോൾ അതിനെ കേൾക്കുവാനും തിരിച്ചും മറിച്ചും ആ വചനം പഠിക്കുവാനും റോമാലേഖനം കഴിയുമെന്നുണ്ടെങ്കിൽ വായിച്ച് ബൈഹാർട്ട് ആക്കുവാനും കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ മാംസത്തിനും നിങ്ങളുടെ മജ്ജയ്ക്കും ഒക്കെ അതൊരു അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.